ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മെലീന. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടുന്നത്. അപ്പോൾ ഞാനിന്ന് തായ്ലാൻഡിലേക്ക് പോവാണ്. അപ്പോൾ ഒരു 1 വീക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ട്രിപ്പാണ്. ചിലപ്പോൾ പാർട്ട് 1, 2 ഒക്കെ ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരും. സോ ഇപ്പോൾ സമയം 12 മണിയാവുന്നു. പുലർച്ചെ 3 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. ഞാൻ അപ്പോൾ ഇപ്പോൾ എയർപോർട്ടിലോട്ട് പോവാണ്. ബാക്കി നമുക്ക് പതിയെ എടുക്കാം. അങ്ങനെ ഞങ്ങൾ ബഹ്റിൻ എയർപോർട്ടിലെത്തി. കുറച്ച് നേരത്തെ വന്നുകൊണ്ട് തന്നെ നമ്മുടെ ചെക്കിങ് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ ഒരു 2 മണിക്കൂർ നമുക്ക് അവിടെ വെറുതെ ഇരുന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ ലോഞ്ചിലൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഞാനൊരു 1 മന്തായിട്ട് ഡയറ്റൊക്കെ ചെയ്തൊരു 7 kg കുറച്ചതാണ്. അപ്പോൾ ഇതോടുകൂടി എൻ്റെ ഡയറ്റ് എല്ലാം പോയി. അങ്ങനെ ഞങ്ങൾ പോവാണ്. നമ്മൾ ദുബായ് കണക്റ്റഡ് ആണ് നമ്മുടെ ഫ്ലൈറ്റ് കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ദുബായ് കണക്ട് ചെയ്ത് പോകാൻ. കാരണം ദുബായ് വലിയ എയർപോർട്ടായതുകൊണ്ട് ഒരുപാട് നടക്കാനുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞത്. സോ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറി. പിന്നെ ഇത് നമ്മൾ പാക്കേജ് എടുത്തിട്ടൊന്നുമല്ല പോകുന്നത് കേട്ടോ. ഇതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ തന്നെയായിരുന്നു. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് കറക്റ്റ് കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് പോവുക എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടായിരുന്നില്ല. പിന്നെ എക്സൈറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, 2 ദിവസം കറക്റ്റായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ. അങ്ങനെ നമ്മൾ ദുബായ് എയർപോർട്ടിലെത്തി. ദുബായിൽ നമ്മുടെ ഗേറ്റ് കണ്ടുപിടിക്കാൻ തന്നെ നമ്മൾ ട്രെയിനിലൊക്കെ പോകണം. പിന്നെ എമിറേറ്റ്സിലെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു, നല്ല സർവീസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ സുവർണഭൂമി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. നമ്മളവിടെ ഇറങ്ങി. അങ്ങനെ നമ്മൾ 200 ബാത്ത് എക്സ്ട്രാ കൊടുത്താൽ നമുക്ക് ക്യൂ ഒന്നുമില്ലാതെ VIP ഇതിലൂടെ നമുക്ക് പുറത്തേക്ക് പെട്ടെന്ന് വരാം. നമ്മൾ അങ്ങനെയാണ് വന്നത്. ഒരു 5 മിനിറ്റ് പോലും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ നമുക്ക് സിമ്മ് പുറത്തുനിന്ന് കിട്ടും, എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുമെങ്കിലും നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ സിമ്മ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല എന്നറിയാലോ. അതുകൊണ്ട് നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ സിമ്മ് എടുത്തു. അപ്പോൾ പുറത്തത്തെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ എയർപോർട്ടിൽ ഇച്ചിരി റേറ്റ് കൂടുതലാണ്. എന്നാലും നമുക്ക് സിം ഇല്ലാതെ പറ്റില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് സിമ്മ് എടുത്തു. അങ്ങനെ ഞങ്ങൾ നേരെ പുറത്തേക്ക് കിടക്കുകയാണ്. പിന്നെ നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരു 3 ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമായിരിക്കും. അപ്പം ഞാൻ ഗ്രാബ് ആപ്പ് വഴിയാണ് ടാക്സി ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ടാക്സി ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ആദ്യമേ കാണിക്കും. അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് എല്ലാം. അതിന് നമ്മുടെ ടാക്സി വന്നിരുന്നു. നമുക്ക് ലേഡി ഡ്രൈവർ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവൾ ഭയങ്കര കൂളായിരുന്നു. ആൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവളോട് സംസാരിച്ച് സെറ്റായിട്ടോ. അങ്ങനെ ഞങ്ങളവിടെ എത്തിയപ്പോൾ രാത്രി 10 മണിയായിരുന്നു. നമ്മൾ ബഹ്റൈൻ ടൈം വെച്ച് നോക്കുമ്പോൾ ഒരു 4 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഗ്രാബ് ആപ്പ് വഴി നിങ്ങൾക്ക് ഫുഡും എല്ലാം ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു ആപ്പ് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ നമ്മൾ നേരെ പട്ടായയിലുള്ള നമ്മുടെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ചെന്ന് റെസ്റ്റ് ഒന്നും എടുക്കാൻ നിന്നില്ല. വേഗം നമ്മൾ കുളിച്ചിട്ട് വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോകാം എന്നായിരുന്നു പ്ലാൻ. അക്കാഡിയ ബീച്ച് റിസോർട്ടാണ് ഞാൻ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടൽ. ഞാൻ അഗോഡ വഴിയാണ് ബുക്ക് ചെയ്തത്. നമ്മൾ 3 ദിവസം പട്ടായും 3 ദിവസം ബാങ്കോക്കും ആയിരുന്നു പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ റൂമെല്ലാം മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നു. പിന്നെ റൂമിനും നമുക്ക് വളരെ ചീപ്പാണ് റേറ്റ് നമ്മുടെ ബഹ്റൈൻ വെച്ച് നോക്കുമ്പോൾ. അങ്ങനെ നമ്മൾ വീണ്ടും ഗ്രാബ് വഴി ടാക്സി വിളിച്ചു. അതുപോലെ നമുക്ക് ബൈക്ക് ടാക്സി കിട്ടും, ബൈക്ക് റെൻറ്റിന് എടുക്കാം. പിന്നെ ഇതുപോലത്തെ ടുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നിങ്ങളിതൊക്കെ കയറുമ്പോൾ ഫസ്റ്റ് പ്രൈസൊക്കെ ചോദിച്ചിട്ട് കയറണം, ഇല്ലെങ്കിൽ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഗ്രാബ് വഴി ടാക്സി ബുക്ക് ചെയ്യുമ്പോൾ ഫിക്സഡ് പ്രൈസ് ആയിരിക്കും. അതുപോലെ ടൈമും പെട്ടെന്ന് ഒരു 3 മിനിറ്റ്സിലൊക്കെ നമുക്ക് വണ്ടി വരും. അങ്ങനെ തന്നെ നമ്മൾ നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയിരുന്നു കേട്ടോ. കാരണം അങ്ങനത്തെ ഒരു വൈബാണ് അവിടെ. ഭയങ്കര മ്യൂസിക്, DJ, ലൈറ്റ്, അങ്ങനെ മൊത്തത്തിൽ കളർഫുള്ളാണ് അതിൻ്റെ ഉള്ളിൽ. പിന്നെ അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു കിളി പോകാൻ ചാൻസ് ഉണ്ട്. ഒരു വൈകുന്നേരം 6 മണി തൊട്ട് പുലർച്ചെ വരെ ഇവിടെ ഇങ്ങനെയാണ്. ഫുള്ള് ഒരു ഓൺ ആയിട്ടുള്ള ഒരു വൈബായിരിക്കും ഇവിടെ. പിന്നെ തായ്ലൻഡ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഈ ഒരു വാക്കിംഗ് സ്ട്രീറ്റും പട്ടായ ഇതൊക്കെ ആയിരിക്കും മനസ്സിൽ വരിക. അതായത് സെക്സ് ടൂറിസത്തിൻ്റെ മെയിൻ അങ്ങനെ ഒരു ഇതായിരിക്കും. പക്ഷേ അതല്ല, തായ്ലൻഡ് പറഞ്ഞ വേറെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, അതിനു വേണ്ടി മാത്രം വരുന്നവരുണ്ട്. പിന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള കുറേ ടെമ്പിൾസ് ഉണ്ട് ഇവിടെ. 5000 മേലെ ടെമ്പിൾസ് ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒത്തിരി വെറൈറ്റികൾ, പിന്നെ മനോഹരമായിട്ടുള്ള കുറേ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. പിന്നെ അറിയാലോ, നമ്മുടെ നാട്ടിൽ ലീഗലല്ലാത്ത പലതും ഇവിടെ ലീഗലാണ്. നമുക്ക് എവിടെ നോക്കിയാലും വീഡ് ഷോപ്പ് കാണാം കേട്ടോ. അങ്ങനെ ഇതുപോലുള്ള മാജിക് ഷോ, ഡാൻസ് ഷോ, ഈവൻ ലൈവ് സെക്സ് ഷോ വരെ ഇതിൽ നടക്കുന്നുണ്ട്. സോ അപ്പോൾ ഇവർ ഈ മെനു കാർഡും കൊണ്ട് നടക്കുന്നത് അതിൻ്റെയാണ്, അല്ലാതെ ഫുഡിൻ്റെ ഒന്നല്ല. പിന്നെ ഒത്തിരി റെസ്റ്റോറൻറ്റ്സ്, ബാർ റെസ്റ്റോറൻറ്റ്സ്, പബ്ബ്, വീറ്റ് ഷോപ്പ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. സോ നമുക്കത് കണ്ട് എക്സ്പ്ലോർ ചെയ്ത് നടക്കാൻ നല്ലതാണ്. പ്രലോഭനങ്ങളിലൊക്കെ വീഴാതെ പുരുഷന്മാർ ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് വാക്കിംഗ് സ്ട്രീറ്റ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ഒരു മാംഗോ കട്ട് ചെയ്തത് കഴിച്ചു.
അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും സമയം ഏകദേശം 1 മണിയൊക്കെ ആയിരുന്നു കേട്ടോ പുലർച്ചെ. അങ്ങനെ നമ്മൾ വേഗം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു കെബാബ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ബർഗർ കഴിച്ചു. അതിൻ്റെ അടുത്ത് തന്നെ ഒരു 7-Eleven ഉണ്ടായിരുന്നു. സൂപ്പർ മാർക്കറ്റാണ്, 24 hours ഉണ്ട്. അവിടെ നമ്മൾ കുറച്ച് വെള്ളവും പിന്നെ നാളത്തേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ നമ്മുടെ വണ്ടി വന്ന് നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് വിശേഷങ്ങളും വീഡിയോസും ഉണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഞാൻ ഓരോന്നായിട്ട് പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.